Good morning, dear children. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. നമുക്ക് എക്സർസൈസ് 2D ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ചെയ്തായിരുന്നു. നെക്സ്റ്റ് ഇറ്റ് ഈസ് സെക്കൻഡ് സെക്ഷൻ റൈറ്റ് 3 ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഈക്വലൻ്റ് ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ കിട്ടുന്നതാണ് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ. നമ്മൾ ഈ ക്ലാസ്സിൽ തേർഡ് ക്ലാസ്സിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. നമുക്ക് അടുത്ത വർഷമൊക്കെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്ത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4/5. 4/5ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ, അതായത് ഇത് ന്യൂമറേറ്റർ ഇത് ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 4 × 2 8, 5 × 2 10. അപ്പോൾ ഒരു ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടി 8/10. നെക്സ്റ്റ് 4/5നെ 3 കൊണ്ട് രണ്ട് സ്ഥലത്തും മൾട്ടിപ്ലൈ ചെയ്തു. 4 × 3 12, 5 × 3 15. നെക്സ്റ്റ് 4/5നെ രണ്ട് സ്ഥലത്തും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 4 16, 5 × 4 20. അപ്പോൾ 4/5ൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ് 8/10, 12/15, 16/20. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇത് ടീച്ചർ എഴുതിയേക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈക്വലൻ്റ് ഫ്രാക്ഷൻ കിട്ടിയെന്നുള്ള ഈ കാര്യങ്ങൾ കൂടെ എഴുതുക. അതിന് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ നീറ്റായിട്ട് എഴുതിയിട്ട് ആൻസർ എടുത്ത് ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ 7/8. 7/8, 7നെയും 8നെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 14/16 കിട്ടി. വീണ്ടും 7നെയും 8നെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 21/24 കിട്ടി. ഇനി 7നെയും 8നെയും നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7 × 4 28, 8 × 4 32. അപ്പോൾ 7/8ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണ് 14/16, 21/24, 28/32. നെക്സ്റ്റ് 2/7. ഇതുപോലെ തന്നെ സെയിം മെത്തേഡാണ്. 2നെയും 7നെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 4/14 കിട്ടി. നെക്സ്റ്റ് 2/7 അതിന് 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6/21 കിട്ടി. നെക്സ്റ്റ് 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/28. അപ്പോൾ 2/7ൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ് 4/14, 6/21, 8/28. നെക്സ്റ്റ് 1/4. 1/4നെ ആദ്യം നമ്മൾ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2/8 കിട്ടി. ദെൻ 4നെയും 1നെയും 4നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3/12 കിട്ടി. നെക്സ്റ്റ് 1/4നെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4/16 കിട്ടി. അപ്പോൾ 1/4ൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ് 2/8, 3/12 ആൻഡ് 4/16. ഓക്കെ, അതിൽ ഇപ്പോൾ ടീച്ചർ D വരെയാണ് ചെയ്തത്. EFGH ടീച്ചർ ഹോംവർക്ക് തരികയാണ്, നിങ്ങളത് ഹോംവർക്ക് ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പടത്തിൽ നോക്കുക. ഓക്കെ, ഇവിടെ 1/4, 2/4, 3/4, 4/4. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയോ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു. ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്സും ഷെയ്ഡ് ചെയ്തു. അപ്പോൾ എന്താണ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 എടുത്തു കഴിയുമ്പോൾ എത്രയായാലും 4/4 = 1 ഫുള്ളും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരുമ്പോഴത്തേക്കിന് അതിന് പറയുന്നത് ഫുൾ, ദാറ്റ് ഈസ് 1. അത് എത്രയാണെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വന്നാൽ ദാറ്റ് ഈസ് 1. ഇവിടെ നോക്കിക്കേ, എല്ലാം ഡിനോമിനേറ്റർ എല്ലാം 4ആണ്, സെയിം നമ്പറാണ്. അപ്പോൾ സെയിം നമ്പർ ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ പറയുന്നതാണ് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം നമ്പർ വരുന്ന ഫ്രാക്ഷനാണ് ലൈക്ക് ഫ്രാക്ഷൻ. ഇനി ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇതെല്ലാം 4ആണ്. അപ്പോൾ സെയിം നമ്പർ ആയതിനാൽ ഇതെല്ലാം ലൈക്ക് ഫ്രാക്ഷനാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? ഇത് 4/1, ഇത് 2/4,
3/4. 4 ഇതിലേതാണ് വലുത്? ഏറ്റവും ചെറുത് 1/4 അല്ലേ? 2/4 അതിലും വലുതാണ്, 3/4 അതിലും വലുതാണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ വലിപ്പം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും ഫ്രാക്ഷൻ വലുത്. ഇവിടെ 1/4 വലുതാണ് 3/4. 1 3 1 വലുതാണ്. അപ്പോൾ 1/4 എന്നുള്ള ഫ്രാക്ഷനേക്കാളും വലുതാണ് 3/4. അപ്പോൾ ന്യൂമറേറ്റർ വലുതും ചെറുതും മാത്രം നമ്മൾ കമ്പയർ ചെയ്താൽ മതി, ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാം. Here write the fractions and insert correct sign, greater than, less than or equal. ഇവിടെ നോക്കിക്കേ, ഇവിടെ 6 കോളംസ് ഉണ്ട്, അതിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. ഇവിടെ 6 കോളംസിൽ 2 എണ്ണം ഷെയ്ഡ് ചെയ്തു. ഫ്രാക്ഷൻ എന്താണ്? 2/6. ഇവിടെയും 2/6. അപ്പോൾ അത് ഈക്വൽ ആണ്. 2/6 രണ്ട് സ്ഥലത്തും 2/6 ആണ്, ഫ്രാക്ഷൻ ഈക്വൽ ആണ്. ഇവിടെയോ 8 കോളംസ് ഉണ്ട്, അതിൽ 5 എണ്ണമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 8 കോളംസ് ഉള്ളതിൽ 6 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ ഏതാണ്? ഇവിടെ 5/8, ഇവിടെ 6/8. ഏതാണ് കൂടുതൽ? 5നേക്കാൾ വലിയ നമ്പറാണ് 6. അപ്പോൾ 6/8 ആണ് വലിയ ഫ്രാക്ഷൻ. നെക്സ്റ്റ് ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1, അപ്പോൾ ഈ ഫ്രാക്ഷൻ 1/4. ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2, അപ്പോൾ ഫ്രാക്ഷൻ 2/4. 1നേക്കാൾ വലുതാണ് 2, അപ്പോൾ ഫ്രാക്ഷൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഹിയർ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സ്. ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 3/8. ഇവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 5 പാർട്സ്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ 5/8. 3യേക്കാൾ വലുതാണ് 5, അപ്പോൾ 5/8 ആണ് വലുത്. നെക്സ്റ്റ് ഇവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 1 2 3 പാർട്സ്. ഫ്രാക്ഷൻ 3/8. ഇവിടെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പാർട്സ്. ഫ്രാക്ഷൻ 2/8. അപ്പോൾ എന്ത് വരും? 3 ആണ് 2നേക്കാൾ വലുത്. ഫ്രാക്ഷൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഹിയർ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 3 പാർട്സ്. ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 3/6. ഇവിടെയും അതുപോലെ തന്നെ 3 പാർട്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3/6 ഈക്വൽ ആണ്, ഫ്രാക്ഷൻ ഈക്വൽ. നെക്സ്റ്റ് കമ്പയർ ദ ഫ്രാക്ഷൻസ്, കമ്പയർ ദ ന്യൂമറേറ്റേഴ്സ്, fill in the blanks with greater than or less than sign. Here 5/7 and 6/7 ന്യൂമറേറ്ററിനെ കമ്പയർ ചെയ്തിട്ട് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ 5നേക്കാൾ വലുതാണ് 6, അപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഹിയർ 6/9 ആൻഡ് 5/9. 6 ആണ് 5നേക്കാൾ വലുത്, അപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഹിയർ 5/6 ആൻഡ് 1/6. 1നേക്കാൾ വലുത് 5, അപ്പോൾ ഇറ്റ് ഈസ് ഗ്രേറ്റർ. ഹിയർ 7/13 ആൻഡ് 11/13. 7നേക്കാൾ വലുത് 11 ആണ്, അപ്പോൾ ദിസ് ഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ. ദെൻ 9/17 ആൻഡ് 13/17. അപ്പോൾ 9നേക്കാൾ വലുത് 13, അപ്പോൾ 13/17 ആണ് വലിയ ഫ്രാക്ഷൻ. നെക്സ്റ്റ് 15/22 ആൻഡ് 9/22. 15നേക്കാൾ ചെറുതാണ് 9 അല്ലേ, അപ്പോൾ 15/22 ആണ് വലിയ ഫ്രാക്ഷൻ. നെക്സ്റ്റ് 7/8 ആൻഡ് 5/8. 7നേക്കാൾ വലുത് 5 ആണ്, അപ്പോൾ ഫ്രാക്ഷൻ 7/8 ആണ് വലുത്. ദെൻ 9/15 ആൻഡ് 12/15. 12 വലുത് അല്ലേ 9നേക്കാൾ, അപ്പോൾ 12/15 ആണ് വലിയ ഫ്രാക്ഷൻ. നെക്സ്റ്റ് തേർഡ് സെക്ഷൻ, അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് നമുക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്ത് നമ്മൾ പഠിച്ചായിരുന്നു. ന്യൂമറേറ്ററിനെ കമ്പയർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിന് ഏറ്റവും ആദ്യം എഴുതുക, അതിൽ നിന്ന് വലുതിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ നോക്കുമ്പോൾ 1 ആണ് ഏറ്റവും ചെറുത് അല്ലേ, അപ്പോൾ ഏതാണ് ആദ്യം എഴുതേണ്ടത്? 1/10 ആദ്യം എഴുതി. നെക്സ്റ്റ് 4/10. നെക്സ്റ്റ് 6/10. ലാസ്റ്റ് 8/10. ഓക്കെ. നെക്സ്റ്റ് 7/12, 5/12, 3/12 ആൻഡ് 11/12. അതിൻ്റെ ആൻസർ നോക്കിയാൽ ഏറ്റവും ചെറുത് ഏതാണ്? 3. 3/12. നെക്സ്റ്റ് 5/12. നെക്സ്റ്റ് 7/12 ആൻഡ് ലാസ്റ്റ് 11/12 അല്ലേ. നെക്സ്റ്റ് 17/22, 9/22, 19/22 ആൻഡ് 5/22. അപ്പോൾ 5 ഏറ്റവും ചെറുത് അല്ലേ. 5/22, 9/22, 17/22 ആൻഡ് 19/22. ഓക്കെ.
നെക്സ്റ്റ് ഫോർത്ത് സെക്ഷൻ അറേഞ്ച് ദ ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ ഏതാണ് ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏറ്റവും ആദ്യം എഴുതുന്നത് ഏറ്റവും വലിയ ഫ്രാക്ഷൻ അല്ലേ, ഏറ്റവും ലാസ്റ്റ് വരേണ്ടത് ഏറ്റവും ചെറുത്. അപ്പോൾ ഇത് ന്യൂമറേറ്ററിന് നമുക്ക് കമ്പയർ ചെയ്താണ് ഫ്രാക്ഷന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 8 ആണ് അല്ലേ. 8/9, then 6/9, next 2/9, last 1/9. Here വലുതാണ് 11. 11/13, 9/13, next 5/13, 2/13, next 21 അല്ലേ, ഏതാണ് ഏറ്റവും വലുത് അല്ലേ, 21/23, 11/23, നെക്സ്റ്റ് 8/23, ലാസ്റ്റ് 5/23. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനും ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുമായി. നെക്സ്റ്റ് ഫ്രാക്ഷൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. ലൈക്ക് ഫ്രാക്ഷൻ്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് എന്താണ്, അതിൻ്റെ ഡിനോമിനേറ്ററിന് വ്യത്യാസം ഒന്നും വരുത്തണ്ട, അതിന് ആഡ് ചെയ്യുകയൊന്നും വേണ്ട. ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്താൽ മതി. ന്യൂമറേറ്ററിനെ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും look here, here 1 2 3 4 5 കോളംസ് ആണുള്ളതിൽ അതിൽ ബ്ലൂ കോളംസ് 2, അതിൻ്റെ ഫ്രാക്ഷൻ 2/5. ഇവിടെ റെഡ് കോളം ഉള്ളത് 1, അതിൻ്റെ ഫ്രാക്ഷൻ 1/5. അപ്പോൾ ഇത് മൊത്തം ചേർന്ന് എത്ര കോളം ഉണ്ട്? 1 2 3 അല്ലേ. അപ്പോൾ മൊത്തം എത്രയുണ്ട്? 3/5 ആണുള്ളത്. 5 എണ്ണുള്ളതിൽ 3 എണ്ണം. അപ്പോൾ ഇത് ഇവിടെ ശ്രദ്ധിച്ച് ഈ 2+1 ഉണ്ട്, ന്യൂമറേറ്ററിനെ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തത്, ഡിനോമിനേറ്ററിനെ ആഡ് ചെയ്തിട്ടില്ല. അത് കോമൺ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഇതുപോലെ എത്ര കോളംസ് ഉണ്ട്? 6 കോളംസ് ഉണ്ട്. അതിൽ ബ്ലൂ കോളം എന്ന് പറയുന്നത് എത്രയുണ്ട്? 3 ഉണ്ട്. റെഡ് കോളം 1. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 ഉണ്ടോ? 3 + 1 4. ഈ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി. ഡിനോമിനേറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ന്യൂമറേറ്ററിനെ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ബ്ലൂ എണ്ണം 2, അതിൻ്റെ ഫ്രാക്ഷൻ 2/4, റെഡിൻ്റെ ഫ്രാക്ഷൻ 1/4. ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2 + 1 3 4, 3/4. നെക്സ്റ്റ് ഇവിടെ 7 കോളംസ് ഉള്ളതിൽ 4 കോളംസിൻ്റെ ഫ്രാക്ഷൻ 3/7, റെഡിൻ്റെ ഫ്രാക്ഷൻ 2/7. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 3 + 2 5, 5/7. നെക്സ്റ്റ് നമുക്ക് നമ്പർ ലൈനിൽ അഡീഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ 2/5 + 2/5 അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ ഫ്രാക്ഷനിൽ 0 മുതൽ 5/5 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഡിനോമിനേറ്റർ എത്രയാണോ അത്രയായിട്ടാണ് നമുക്ക് ആ ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ് ഈ ഡിനോമിനേറ്റർ 5 എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഓരോ ഫ്രാക്ഷനും 1/5. ഇത് ഇത്രയെന്ന് പറഞ്ഞാൽ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം. ഇത്രയാകുമ്പോഴോ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പാർട്സ്. ഇവിടം വരെ ആകുമ്പോൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 പാർട്സ്. ഓക്കെ, അങ്ങനെ 5/5 ആകുമ്പോഴത്തേനും ഫുള്ളാവും 1. ഇനി 2/5, 0 മുതൽ 2/5 വരെയുള്ള ഭാഗം നമ്മൾ എടുക്കുന്നു. അതിനുശേഷം എത്രയും കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത്? വീണ്ടും ഒരു 2/5 അപ്പോൾ ന്യൂമറേറ്റർ എത്രയാണോ അത്ര എണ്ണം നമ്മൾ എണ്ണിയെടുക്കണം. ഇവിടെ 2/5 അവിടെ നിന്ന് നമ്മൾ തുടങ്ങുക. ഇവിടുന്ന് തുടങ്ങി 2 എണ്ണം കൂടി എടുക്കണം. 1 2, അപ്പോൾ എത്ര വന്നു നിന്നു? 4/5 വന്നു നിന്നു. ആൻസർ 4/5. ഹിയർ നെക്സ്റ്റ് 3/10. 3/10 നമ്മൾ എടുത്തു. പിന്നെ എത്ര എണ്ണം ആഡ് ചെയ്യണം? 4 എണ്ണം കൂടി എടുക്കണം. 3/10 മുതൽ 1 2 3 4 എണ്ണം എടുത്തു. അപ്പോൾ എവിടെ വന്നു? 7/10 വന്നു. നെക്സ്റ്റ് 1/6 + 4/6. 1/6 തുടങ്ങണം, 4 എണ്ണം എടുക്കണം. 1/6 തുടങ്ങി എത്രയാണ്? 4 എണ്ണം എടുക്കണം. 1 2 3 4. അപ്പോൾ എത്ര വന്നു? 5/6 വന്നു. ആൻസർ 5/6. ദെൻ 1/4 + 2/4. 1/4 തുടങ്ങി
2 എണ്ണം കൂടി എടുക്കണം. 1/4 തുടങ്ങി 1 2 എണ്ണം കൂടി എടുത്തു. അപ്പോൾ എത്ര വന്നു? 3/4. നെക്സ്റ്റ് 2/8 എന്ന് തുടങ്ങി 5 എണ്ണം കൂടി ആഡ് ചെയ്യണം. 2/8 എന്ന് നമ്മൾ തുടങ്ങുകയാണ്, 5 എണ്ണം ആഡ് ചെയ്തു. 1 2 3 4 5 എത്രയിൽ വന്നു? 7/8 വന്നു. നെക്സ്റ്റ് ആഡ് ദ ഫോളോയിങ്. ലുക്ക് ഹിയർ 1/7 പ്ലസ് 5/7. ഇവിടെ ഡിനോമിനേറ്ററിന് അതേപോലെ കോമൺ ആയിട്ട് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ന്യൂമറേറ്ററിന് മാത്രം ആഡ് ചെയ്യുക. 1 + 5 6 ഉണ്ടോ? 7 അങ്ങനെ എഴുതി. ആൻസർ എത്രയാണ്? 6/7. നെക്സ്റ്റ് 5/13 പ്ലസ് 7/13. 5 + 7 12. 13 അതുപോലെ എഴുതി. നെക്സ്റ്റ് 2/10 പ്ലസ് 6/10. 2 + 6 8. 10നെ കോമൺ ആയിട്ട് എഴുതി. നെക്സ്റ്റ് 2/12 പ്ലസ് 1/12 പ്ലസ് 4/12. ഈ 3 ന്യൂമറേറ്ററിനും കൂടി ആഡ് ചെയ്യണം. 2 + 1 3. 3 + 4 7. 12നെ കോമൺ ആയിട്ട് എഴുതി. 7/12. നെക്സ്റ്റ് 4/11 പ്ലസ് 5/11. 4 + 5 9. 9/11. നെക്സ്റ്റ് 5/15 പ്ലസ് 4/15. 5 + 4 9. 15 കോമൺ ആയിട്ട് എഴുതി. നെക്സ്റ്റ് 3/9 പ്ലസ് 2/9. 3 + 2 5. 9. ആൻസർ എത്ര വന്നു? 5/9. 2/14 പ്ലസ് 5/14. 2 + 5 7. 14 കോമൺ ആയിട്ട് എഴുതി. നെക്സ്റ്റ് 5/17 പ്ലസ് 2/17. 5 + 2 7. 17 അല്ലേ? അപ്പോൾ ആൻസർ എത്ര വന്നു? 7/17. അപ്പോൾ അഡീഷൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ന്യൂമറേറ്ററിനെ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നു. ഡിനോമിനേറ്റർ ഏതാണോ രണ്ടിലും ഉള്ളത് അതിനെ എടുത്തെഴുതുന്നു. അത്ര വളരെ ഈസിയാണ് അല്ലേ? നമുക്ക് സബ്ട്രാക്ഷനാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോഴും സബ്ട്രാക്റ്റിന് ഇവിടെ നോക്കിക്കേ, 6 കോളംസ് ഉള്ളതിൽ 5 എണ്ണം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 6 എണ്ണത്തിൽ 5 നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ അതിൽ നിന്നും ഒരെണ്ണം നമ്മൾ മൈനസ് ചെയ്ത് മാറ്റിക്കളയുക. പോയിട്ട് എത്രയുണ്ട് ബാക്കി? 5 ഉണ്ടായിരുന്നതിൽ നിന്നും 1 കളഞ്ഞു. പിന്നെ 1 2 3 4 അല്ലേ? 6 എണ്ണം ഉള്ളതിൽ പിന്നെ 4 ഉള്ളൂ. അപ്പോൾ ന്യൂമറേറ്ററിന് തമ്മിൽ മൈനസ് ചെയ്ത് 5 - 1 4. ഡിനോമിനേറ്ററിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവിടെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 2 പാർട്സ്. ഫ്രാക്ഷൻ എത്ര ആയിട്ട് വരും? 2/4. അതിൽ നിന്നും ഒരെണ്ണത്തിന് നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 1. 2/4 നിന്നും 1/4 നമ്മൾ കളഞ്ഞു. ബാക്കി എത്രയുണ്ട്? 1/4. ഓക്കെ. നെക്സ്റ്റ് 10 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 7 പാർട്സ് എടുത്തു. അതിൽ ആ 7 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം നമ്മൾ കളഞ്ഞു. ബാക്കി എത്രയുണ്ട്? 1 2 3 4 5. 7 - 2 5. അപ്പോൾ ഈ ഫ്രാക്ഷൻ എത്രയാണ്? 7/10. നമ്മൾ മൈനസ് ചെയ്യുന്ന എത്രയാണ്? 2/10. ആൻസർ എത്ര കിട്ടി? 5/10. നെക്സ്റ്റ് ഡി. ഇവിടെ 8 കോളംസ് ഉണ്ട്. അതിൽ 4 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര വരും? 4/8. അതിൽ നിന്നും ഒരു എണ്ണം കളഞ്ഞു. അതായത് 1/8 നമ്മൾ റിമൂവ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 എണ്ണം കൂടി ഉണ്ടല്ലേ? 3/8. നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യാനായിട്ടാണ്. 5/7 മൈനസ് 4/7. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5നെയും 4നെയും കൂടെ മൈനസ് ചെയ്യണം. നെക്സ്റ്റ് 5/7 മൈനസ് 4/7. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യണം. 5 - 4 എന്ന് പറഞ്ഞാൽ 1. 1/7. നെക്സ്റ്റ് 7/12 മൈനസ് 5/12. എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെ തന്നെ മൈനസ് ചെയ്യണം. 7 - 5. ഡിനോമിനേറ്ററിനെ സെയിം കോമൺ ആയിട്ട് എഴുതി. അപ്പോൾ 7 - 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. 2/12. നെക്സ്റ്റ് 11/13 മൈനസ് 7/13. ന്യൂമറേറ്ററിനെ നമ്മൾ എടുത്ത് എഴുതുന്നു. 11 - 7 ഡിവൈഡഡ് ബൈ 13. 11 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 4/13. നെക്സ്റ്റ് 5/9 മൈനസ് 2/9. 5 - 2/9. അപ്പോൾ എത്ര വരും? 5 - 2 എന്ന് പറഞ്ഞാൽ 3. 3/9. നെക്സ്റ്റ് 9/20 മൈനസ് 8/20. 9 - 8/20. 9 - 8 1. 1/20. നെക്സ്റ്റ് 9/17 മൈനസ് 4/17. ന്യൂമറേറ്ററിനെ മൈനസ് ചെയ്യണം. 9 - 4. ദെൻ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതി. 9 - 4 എന്ന് പറഞ്ഞാൽ 5. 5/17.
നെക്സ്റ്റ് നമുക്ക് അഡീഷൻ നമ്പർ ലൈനിൽ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ഷന് നമ്പർ ലൈനിൽ ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എത്രയാണ്? 4/5 - 3/5. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അഡീഷൻ ചെയ്യാനായിരുന്നപ്പോഴത്തേനും ഏത് സംഖ്യയുടെ കൂടെയാണോ കൂട്ടേണ്ടത് അവിടെ നിന്നുമാണ് തുടങ്ങിയത്. ഇതിപ്പം ഏതിൽ നിന്നുമാണോ മൈനസ് ചെയ്യേണ്ടത് അവിടെ നിന്നും നമുക്ക് തുടങ്ങണം. എത്രയാണ്? 4/5 നിന്നാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 4/5 നമ്മൾ എടുത്തു. അവിടെ നിന്ന് എത്ര എണ്ണം പോകണം? 3 എണ്ണം ലെഫ്റ്റിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ 4/5 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അവിടെ നിന്നും 3 എണ്ണം പുറകോട്ട് പോകണം. 1 2 3 ഇവിടെ വന്ന് നിന്നു. 1/5 വന്ന് നിന്നു. അപ്പോൾ 4/5 - 3/5 എന്ന് പറഞ്ഞാൽ 1/5. നെക്സ്റ്റ് 8/10 - 5/10. അപ്പോൾ 8/10 നമ്മൾ എടുക്കണം. അവിടെ നിന്ന് 5 എണ്ണം നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. 8/10 എടുത്തു. ഇവിടെ നിന്ന് 5 എണ്ണം ലെഫ്റ്റിലേക്ക് പോകണം. 1 2 3 4 5. 3 ഇവിടെ വന്നു. 3/10. ആൻസർ 3/10. നെക്സ്റ്റ് 6/7 - 2/7. 6/7 എടുത്തു. അവിടെ നിന്ന് 2 എണ്ണം ബാക്കിലേക്ക് പോയി. 1 2. ഇപ്പോൾ 3 4/7. നെക്സ്റ്റ് 3/4 - 1/2. 3/4 എടുത്തു. ഒരെണ്ണം പുറകിലേക്ക് പോയാൽ മതി. 3/4 - 1 അത്ര ഒരെണ്ണം പോയപ്പോൾ എത്ര വന്നു? 2/4. ആൻസർ 2/4. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നല്ല രസമായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ഫ്രാക്ഷനൊക്കെ തുടങ്ങുന്ന ആ ക്ലാസ്സുകൾ തൊട്ടേ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രാക്ഷൻ്റെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ തുടക്കം മുതൽ നന്നായിട്ട് നല്ല ശ്രദ്ധയോടെ പഠിച്ചു പോവുക. ടീച്ചർ തന്നിരിക്കുന്ന ഹോംവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കണം. അതുപോലെ ഇനി ആർക്കെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയത്തില്ലെങ്കിൽ ഇനി അത് മടി പിടിക്കാതെ നന്നായിട്ട് ചൊല്ലി പഠിക്കണം. എല്ലാ ദിവസവും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വായിക്കുകയും എഴുതുകയും ചെയ്യണം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ബൈ.